ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ എപ്പോഴെങ്കിലും കലണ്ടറിലേക്ക് നോക്കി അമ്പരന്ന് പോയിട്ടുണ്ടോ? ദൈവമേ, അപ്പോഴേക്കും മാസങ്ങൾ കഴിഞ്ഞോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയാം നിങ്ങളിപ്പോൾ തലയാട്ടുകയാണെന്ന്. ഇതൊരു മാജിക് അല്ല, മറിച്ച് നമ്മളിൽ അധികം പേരും അനുഭവിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ്. 2025 എപ്പോഴാണ് തുടങ്ങിയത്? 2026ന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞുപോയത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണെന്ന് തോന്നുന്നില്ലേ? എന്നാൽ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുക. നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മയുണ്ടോ? അന്നത്തെ വേനലവധിക്കാലം. അത് തീരാൻ എത്ര സമയമെടുത്തിരുന്നു അല്ലേ? ഉച്ചയുറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരം ആവാൻ പോലും എത്ര സമയമെടുത്തിരുന്നു? ഓരോ ക്ലാസ്സും ഓരോ വർഷവും ഒരു യുഗം പോലെ തോന്നിയിരുന്നു. എന്നാൽ ഇന്ന് തിങ്കളാഴ്ച രാവിലെ ഓഫീസിലേക്കോ ജോലിയിലേക്കോ ഇറങ്ങുന്നു. കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും അടുത്ത ഞായറാഴ്ചയായി. ക്രിസ്മസും ഓണവും റംസാനുമെല്ലാം മിന്നൽ വേഗത്തിൽ വന്നും പോയുമിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഭൂമി കറങ്ങുന്നതിന്റെ വേഗത കൂടിയതാണോ? അതോ ക്ലോക്കിലെ സൂചികൾ നമ്മളെ കളിപ്പിക്കുകയാണോ? അല്ല, ഇതിന്റെ ഉത്തരം കിടക്കുന്നത് ക്ലോക്കിലല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും തലച്ചോറിലെ ചില വിചിത്രമായ പ്രവർത്തനങ്ങളിലാണ്. ഇന്നു നമ്മൾ യാത്ര ചെയ്യുന്നത് ആ രഹസ്യത്തിലേക്കാണ്. സമയം എന്ന വലിയ പ്രതിഭാസത്തെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പറ്റിക്കുന്നത് എന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഈ അറിവ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ വേഗത നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിച്ചേക്കാം. ഒപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനും വീഡിയോ വിജ്ഞാനപ്രദം ആയിരുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അപേക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ദ റുട്ടീൻ ട്രാപ്പ്, ആവർത്തനങ്ങളുടെ കെണി. ആദ്യം നമുക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ആദ്യമായി ഒരു ദൂരയാത്ര പോയ ദിവസം ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആദ്യമായി ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയ ദിവസം. ആ ദിവസത്തെ ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വഴിയിലെ കാഴ്ചകൾ, കഴിച്ച ഭക്ഷണം, കണ്ടുമുട്ടിയ ആളുകൾ. ആ ദിവസം വളരെ വലുതായി ദീർഘമായി നിങ്ങൾക്ക് തോന്നും. ഇനി നിങ്ങൾ എന്നും ഓഫീസിലേക്കോ കോളേജിലേക്കോ പോകുന്ന ആ വഴി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നലെ നിങ്ങൾ ആ വഴിയിലൂടെ പോയപ്പോൾ കണ്ട 5 കാര്യങ്ങൾ പറയാമോ? മിക്കവാറും കഴിയില്ല. കാരണം നിങ്ങളുടെ തലച്ചോറ് ഓട്ടോ പൈലറ്റ് മോഡിലായിരുന്നു. ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ വില്ലൻ ഒളിച്ചിരിപ്പുള്ളത്. അതിന്റെ പേരാണ് റുട്ടീൻ അല്ലെങ്കിൽ ദിനചര്യ. കുട്ടികളായിരിക്കുമ്പോൾ ലോകം നമുക്ക് അത്ഭുതങ്ങളുടെ കലവറയാണ്. പൂമ്പാറ്റ പറക്കുന്നത്, മഴ പെയ്യുന്നത്, പുതിയൊരു കളിപ്പാട്ടം കിട്ടുന്നത് എല്ലാം തലച്ചോറിന് പുതിയ വിവരങ്ങളാണ്. പുതിയ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ തലച്ചോറിന് കൂടുതൽ ഊർജവും സമയവും വേണം. അതുകൊണ്ട് കുട്ടിക്കാലത്തെ ഓരോ ദിവസവും തലച്ചോറ് വിശദമായി റെക്കോർഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് കുട്ടിക്കാലം വളരെ ദൈർഘ്യമുള്ളതായി തോന്നുന്നത്. എന്നാൽ മുതിർന്നവരാകുമ്പോഴോ? രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഒരേ ബസ്സിലോ വണ്ടിയിലോ കയറുന്നു, ഒരേ ജോലി ചെയ്യുന്നു. എല്ലാം പഴയ കാര്യങ്ങൾ തന്നെ. അപ്പോൾ തലച്ചോറ് ചിന്തിക്കും, ഓ, ഇതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ, പിന്നെന്തിനാണ് ഇത് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത്? അങ്ങനെ തലച്ചോറ് ആ ദിവസത്തെ ഓർമ്മകളെ ചുരുക്കിക്കളയുന്നു. അതായത് കഴിഞ്ഞ ഒരാഴ്ചയിൽ നിങ്ങൾ പുതിയതായി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരാഴ്ച വെറും ഒരു ദിവസത്തിന് തുല്യമാണ്. ആവർത്തനങ്ങളാണ് സമയത്തെ വേഗത്തിലാക്കുന്നത്. ഒരേപോലെയുള്ള ജീവിതം ജീവിക്കുമ്പോൾ സമയം ചിറക് വെച്ച് പറക്കും. ദ മാത്തമാറ്റിക്സ് ഓഫ് ലൈഫ്, ആയുസ്സിന്റെ കണക്ക്. ഇനി നമുക്കിതിനെ ഒന്ന് ഗണിതശാസ്ത്രപരമായി നോക്കാം. പേടിക്കേണ്ട, കണക്ക് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് പോലെയല്ല. ഇത് വളരെ കൗതുകകരമായ ഒരു കണക്കാണ്. ഇതിനെ പ്രൊപ്പോർഷണൽ തിയറി എന്ന് വിളിക്കും. നിങ്ങൾക്ക് 5 വയസ്സാണ് പ്രായം എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ജീവിച്ച ആകെ ജീവിതത്തിന്റെ 20%. അതായത് 1/5. അത് വളരെ വലിയൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് 5 വയസ്സുകാരന് അടുത്ത ജന്മദിനം വരാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് 50 വയസ്സാണെങ്കിലോ? ഇപ്പോൾ ഒരു വർഷം എന്നത് നിങ്ങളുടെ ആകെ ജീവിതത്തിന്റെ വെറും 2% മാത്രമാണ്. 50-ൽ 1 മാത്രം. നിങ്ങളുടെ ജീവിതം എന്ന വലിയ പുസ്തകത്തിൽ ഒരു വർഷം എന്നത് കേവലം ഒരു ചെറിയ പേജ് മാത്രമായി മാറുന്നു. നമ്മൾ പ്രായമാകുന്തോറും നമ്മുടെ ഓരോ വർഷവും നമ്മുടെ മൊത്തം ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ഒരു റോൾ പേപ്പർ ചുരുളി നിവർത്തുന്നത് പോലെ. ആദ്യം അത് സാവധാനം ചുറ്റുന്നു, എന്നാൽ അവസാനം എത്തുമ്പോൾ അത് വേഗത്തിൽ ചുറ്റിത്തീരുന്നു. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയില്ല, പക്ഷേ മനസ്സിലാക്കാൻ കഴിയും. ദ ഡിജിറ്റൽ ഈറ, ഡിജിറ്റൽ ലോകത്തെ മായ. പ്രായം മാത്രമല്ല ഇന്നത്തെ പ്രശ്നം. പണ്ടുകാലത്ത് വൈകുന്നേരങ്ങളിൽ ആളുകൾ വെറുതെ ഇരിക്കുമായിരുന്നു. ഉമ്മറത്തിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ആകാശം നോക്കി കിടക്കും. ആ സമയത്ത് സമയം സാവധാനം നീങ്ങുന്നതായി തോന്നും. വിരസത എന്നൊന്ന് അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് വിരസതയുണ്ടോ? നമ്മുടെ കയ്യിൽ ഒരു ചെറിയ അത്ഭുത വിളക്കുണ്ട്, സ്മാർട്ട് ഫോൺ.
ബസ് കാത്തു നിൽക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ എന്തിന് ബാത്റൂമിൽ പോകുമ്പോൾ പോലും നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുന്നു. സോഷ്യൽ മീഡിയയിലെ റീലുകളും ഷോർട്ട് വീഡിയോകളും കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 15 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോകൾ കണ്ട് കണ്ട് മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഇതിനെ ടൈം ബ്ലൈൻഡ്നെസ് എന്നു വിളിക്കാം. നിങ്ങൾ ഫോണിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വർത്തമാനകാലത്തല്ല ജീവിക്കുന്നത്. നിങ്ങൾ ആ ഡിജിറ്റൽ ലോകത്താണ്. നിങ്ങളുടെ തലച്ചോറിന് ഡോപാമിൻ എന്ന രാസവസ്തു ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ലഹരിയിൽ സമയം പോകുന്നത് തലച്ചോറ് രജിസ്റ്റർ ചെയ്യുന്നില്ല. പണ്ട് 1 മണിക്കൂർ വെറുതെ ഇരുന്നാൽ അത് ഒരു യുഗം പോലെ തോന്നുമായിരുന്നു. ഇന്ന് 1 മണിക്കൂർ റീൽസ് കണ്ടാൽ അത് 5 മിനിറ്റ് പോലെ തോന്നും. ഈ ഡിജിറ്റൽ സ്ക്രീനുകളാണ് നമ്മുടെ സമയത്തെ കട്ടെടുക്കുന്ന ഏറ്റവും വലിയ കള്ളൻ. കൺക്ലൂഷൻ ആൻഡ് സൊല്യൂഷൻ. എങ്ങനെ വേഗത കുറയ്ക്കാം? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് സമയം കൈവിട്ടു പോകുന്നതെന്ന്. 1. നമ്മുടെ യാന്ത്രികമായ ജീവിതം. 2. പ്രായത്തിന്റെ കണക്ക്. 3. നമ്മുടെ കയ്യിലുള്ള സ്ക്രീനുകൾ. ഇത് കേട്ട് വിഷമിക്കാൻ വരട്ടെ. സമയത്തിന്റെ ഈ അമിത വേഗത കുറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. സമയത്തെ പിടിച്ചുകെട്ടാൻ കഴിയില്ല, പക്ഷേ അതിനെ ഒന്ന് സ്ലോ ചെയ്യാൻ നമുക്ക് പറ്റും. എങ്ങനെയാണെന്നോ? ഉത്തരം ലളിതമാണ്. പുതിയ ഓർമ്മകൾ ഉണ്ടാക്കുക. ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം? കുട്ടിക്കാലത്ത് എല്ലാം പുതിയ കാര്യങ്ങളായതുകൊണ്ടാണ് സമയം ദീർഘമായി തോന്നിയതെന്ന്. അതുതന്നെ നമ്മൾ ഇപ്പോഴും ചെയ്യണം. എന്നും പോകുന്ന വഴിയിലൂടെ അല്ലാതെ ഇടയ്ക്കൊന്ന് മാറി നടക്കുക. പുതിയൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുക. ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുക. എന്തിന്, എന്നും കഴിക്കുന്ന ഭക്ഷണം ഒന്ന് മാറ്റി പരീക്ഷിച്ചാൽ പോലും തലച്ചോറ് ഉണരും. ഇതെന്തോ പുതിയതാണല്ലോ എന്ന് തലച്ചോറ് പറയും. ആ നിമിഷം മുതൽ സമയം സാവധാനം സഞ്ചരിക്കാൻ തുടങ്ങും. ഫോൺ മാറ്റിവെച്ച് പ്രകൃതിയിലേക്ക് നോക്കി വെറുതെ ഇരിക്കാൻ സമയം കണ്ടെത്തുക. വിരസതയെ സ്നേഹിക്കാൻ പഠിക്കുക. അവസാനം ഒരു ചെറിയ കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇതിനെ ഹോളിഡേ പാരഡോക്സ് എന്ന് വിളിക്കാം. നിങ്ങൾ ഒരു 10 ദിവസത്തെ വിനോദയാത്ര പോയി എന്ന് കരുതുക. ആ 10 ദിവസവും നിങ്ങൾ പുതിയ സ്ഥലങ്ങൾ കാണുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. ആ ദിവസങ്ങളിൽ സമയം വളരെ സാവധാനം കടന്നു പോകുന്നതായി നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങളുടെ തലച്ചോറ് നിറയെ പുതിയ വിവരങ്ങളാണ്. എന്നാൽ തിരിച്ച് വീട്ടിലെത്തി 1 മാസം കഴിഞ്ഞ് ആ യാത്രയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. പെട്ടെന്ന് ആ 10 ദിവസം ഒരു നിമിഷം കൊണ്ട് തീർന്നു പോയതുപോലെ തോന്നും. വിചിത്രമല്ലേ? ഇതാണ് സമയത്തിന്റെ ഏറ്റവും വലിയ മാജിക്. നമ്മൾ ജീവിക്കുന്ന നിമിഷത്തിൽ സമയം മെല്ലെ പോകണമെങ്കിൽ പുതിയ അനുഭവങ്ങൾ വേണം. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം വലുതായി തോന്നണമെങ്കിലും ഈ പുതിയ ഓർമ്മകളുടെ ബാഹുല്യം വേണം. അതുകൊണ്ട് ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോകുന്നു എന്ന് വിഷമിക്കുന്നതിനു പകരം ഓരോ ദിവസവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തു കാര്യം ചെയ്തു എന്ന് സ്വയം ചോദിക്കുക. ജീവിതത്തിന്റെ ദൈർഘ്യം അളക്കേണ്ടത് വർഷങ്ങളുടെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമ്മൾ ജീവിച്ചു തീർത്ത നിമിഷങ്ങളുടെ ആഴം കൊണ്ടാണ്. സമയം ഓടട്ടെ, പക്ഷെ നിങ്ങൾ അതിനൊപ്പം കിതച്ചുകൊണ്ട് ഓടാതെ ഇടയ്ക്കൊന്ന് നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ച് സാവധാനം മുന്നോട്ട് പോവുക. ജീവിതം എന്നത് ശ്വാസം വിടാത്ത ഓട്ടപ്പാച്ചിലല്ല, മറിച്ച് ഓരോ നിമിഷവും ആസ്വദിച്ച് തീർക്കേണ്ട ഒരു യാത്രയാണ്. കലണ്ടറിലെ താളുകൾ മറിയട്ടെ, പക്ഷേ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ജീവിച്ചു തീർക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഫോൺ ഒന്ന് മാറ്റിവെച്ച് 5 മിനിറ്റ് നേരം കണ്ണടച്ച് വെറുതെ ഇരിക്കുക. സമയത്തെ അനുഭവിക്കുക. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റുകളിൽ പങ്കുവയ്ക്കൂ. സമയം വേഗത്തിൽ പോകുന്നതായി നിങ്ങൾക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത്? മറ്റൊരു നല്ല അറിവുമായി വീണ്ടും കാണാം. നന്ദി.